കർത്താവിൻ്റെ പ്രിയജനമേ, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം ഇന്ന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ജഡത്തിൻ്റെ സ്വാധീനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എല്ലാവർക്കും അറിയാം. അപാവ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം എന്നിവയും തദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഗലാത്യ 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ഈ വാക്കുകൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ജഡത്തിൻ്റെ സ്വാധീനങ്ങൾ നമ്മുടെ ആത്മീയയാത്രയിൽ വെല്ലുവിളികൾ ഉയർത്താം. ഇത് ദൈവകൽപ്പനകൾക്കെതിരായ തെരഞ്ഞെടുപ്പുകളിലേക്ക് നയിച്ചേക്കാം. അത് നമ്മുടെ ആത്മാവിനും ദൈവവുമായുള്ള ബന്ധത്തിനും വളരെ ദോഷകരമായ അവസ്ഥയിലേക്ക് നമ്മെ നയിക്കും. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ, നമ്മുടെ ചോയ്സസ് ഔട്ട് ഓഫ് ഫ്രീ വിൽ നമ്മുടെ ആത്മീയ അവസ്ഥയെ നേരിട്ട് ബാധിക്കും. ഈ ലോകത്തിൻ്റെ പലവിധമായ പ്രലോഭനങ്ങളിൽ നാം അകപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൽ നിന്നുള്ള അകൽച്ച അനുഭവപ്പെട്ടേക്കാം. ഓരോ പാപവും നമ്മുടെ ആത്മാവിൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തുകയും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുകയും ചെയ്യും. നമ്മുടെ ജീവിതം എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. അതിനാൽ ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട ദൈവത്തിലേക്ക് തിരിയാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഭാഗമാണ്. അവിടുന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. ആർ ഫ്രീ വിൽ, ആർ ചോയ്സസ് ഇൻ ലൈഫ്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നാം യഥാർത്ഥമായി അനുദപിക്കാതെയും അനുരഞ്ജന കൂദാശയിലൂടെ ദൈവകരുണയിൽ അഭയം തേടാതെയും തുടരുമ്പോൾ നാം നമ്മെ തന്നെ മലിനപ്പെടുത്തി ദൈവത്തിൽ നിന്നുള്ള കൂട്ടായ്മയിൽ നിന്ന് അകലുന്നു. നാം പള്ളിയിൽ വീണ്ടും വീണ്ടും പോയതുകൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ സ്വർഗീയ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് പകരം നാം ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയുടെ ദുഃഖം അനുഭവിക്കേണ്ടി വരും. എന്താണ് യൂദാസിന് സംഭവിച്ചത്? കർത്താവിൻ്റെ കയ്യിൽ നിന്നല്ലേ നേരിട്ട് അപ്പം ഭക്ഷിച്ചത്? എന്നാൽ അത് അയോഗ്യതയോടുകൂടിയായിരുന്നു. മോശമായ പടങ്ങൾ, സിനിമകൾ കാണുകയും സ്വയം ഭോഗം നടത്തുകയും വിവാഹത്തിന് മുൻപ് ലൈംഗിക പാപത്തിൽ ഏർപ്പെടുകയും വിവാഹശേഷം പരസ്ത്രീ ബന്ധത്തിൽ ഏർപ്പെടുകയും പരപുരുഷ ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ നാം പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നു, കളങ്കപ്പെടുത്തുന്നു, നാശത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ നയിക്കുന്നു. പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് പാപം ആവർത്തിക്കില്ല എന്ന് ഉറച്ച് തീരുമാനമെടുത്ത് വീണ്ടും അതേ പാപം ചെയ്യുമ്പോൾ ഛർദ്ദിച്ചത് വീണ്ടും നക്കി കുടിക്കുന്ന നായയോട് വേദപുസ്തകം സദൃശ്യപ്പെടുത്തുന്നു. പ്രിയ സഹോദരിമാരെ, ദൈവത്തിൻ്റെ കരുണ അതിരുകളില്ലാത്തതാണ്. ആ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്ന് തന്നെ തീരുമാനം എടുക്കാം. നമ്മുടെ പാപ വഴികളെ ഉപേക്ഷിക്കാം. ഈ നിമിഷം തന്നെ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് തിരിക്കാൻ നമുക്ക് തീരുമാനിക്കാം. അനുരഞ്ജന കൂദാശയിലൂടെ നമുക്ക് പാപമോചനം തേടാം. നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് നമ്മുടെ ജീവിതം പുതുക്കി പണിയാൻ തീരുമാനിച്ചാൽ ദൈവത്തിൻ്റെ അനന്തമായ കരുണ നമ്മെ സ്വീകരിക്കും. പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് ആത്മാവിനെ ജീവനിലേക്ക് നയിക്കാൻ ഈ ദിവസത്തെ നമുക്ക് ഉപയോഗിക്കാം. ഇത് കർത്താവിൻ്റെ ദിവസമാണ്. അവിടുത്തെ കൃപ സ്വീകരിക്കാനുള്ള നിമിഷം. തിരുത്തുകയും മടങ്ങി വരികയും ചെയ്താൽ അവിടുന്ന് നമ്മെ തൻ്റെ കരങ്ങളിൽ സ്വീകരിക്കും.